നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ഈ 6 ജില്ലകൾക്കുള്ള പരീക്ഷയാണ് ഇന്ന് നടന്നത്. അപ്പോ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? എഴുതിയൊരു അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ. പിന്നെ ഈ ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫയർമാൻ 2026 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CPO, WCPO ബാച്ച് കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ കോഴ്സിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ, അത് ഓർക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷദം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം, അതുപോലെ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ കീയിലേക്ക് പോയാലോ. എ കോഡാണേ ആദ്യത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണേ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? മലബാർ ആണ്. മലബാർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? നവശേവയാണ്. നവശേവ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഇതാണ് ശരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തത് ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? സിന്ധു ആണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഭക്രാനങ്കൽ ഡാമും ഉണ്ട്, സർദാർ സരോവറും ഉണ്ട്. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ജീവനം എന്ന പദ്ധതിയാണ്. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? J.A. ഷുംപീറ്റർ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് സർക്കാർ ജീവനക്കാരാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായം മൈക്രോ ഫിനാൻസ് ആണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ജഡ അപ്പറാവു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സിന്ധു ആണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? പെടാത്തത് ഓപ്ഷൻ സി, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത്. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുമുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവർണൻസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് SCERT ഫാക്ട് ആണ്. APJ അബ്ദുൽ കലാം ആണ് ഇപ്രകാരം പറഞ്ഞത്. അടുത്തത് ലിസ്റ്റും അതിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമാണ്. ചേരുംപടി ചേർക്കാൻ. യൂണിയൻ ലിസ്റ്റ്, സെൻസസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ജയിലുകൾ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വനം. അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് സൈബർ നിയമം. അപ്പോ A ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെ? 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിലെ പൊതു സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപയാണ്. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാളാണ്. അതായത് ആദ്യത്തെ തൊഴിൽ വകുപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ്. രാജ്യസഭയുടെ കാലാവധി അല്ല 6 വർഷം. രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ് എന്നുള്ളത്. പാർലമെന്റ് അധോമണ്ഡലമല്ല, ഉപരിസഭയാണ്. അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. അത് തെറ്റാണ്. അപ്പോൾ എല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. MGNREGA ഇതിന്റെ പൂർണ്ണ രൂപം എന്താ? മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ രണ്ടാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3ഉം ശരി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2019 ജമ്മു കാശ്മീരിന് സംസ്ഥാനത്തിന്റെ പദവി നഷ്ടപ്പെട്ടത്. ഇവിടെ 2018 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സുരക്ഷായനം എന്നത് ഏതിന്റെ മുദ്രാവാക്യമാണ്? KSDMA ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാണ്. ഇവിടെ സുരക്ഷാ നയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. സുരക്ഷായനം ആണ് കേട്ടോ. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം? ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മയപ്പെടുത്തൽ, ഘോര ചികിത്സ. മുകളിൽ പറഞ്ഞതെല്ലാം ശരി. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ OPV നൽകുന്നത് പോളിയോ രോഗത്തിനാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏത്? CFC ആണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ് ആണ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്ത്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇത് രണ്ടുമാണ് ശരി. ഏതാണ് ജീവിതശൈലി രോഗത്തിന് കാരണമാകുന്നത്? അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ്. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാ? 5.6 താഴെയായിരിക്കും. ചോദ്യം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3ാമത്തെ ചലന നിയമമാണ്. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഗാമാ കിരണമാണ്. ഗാമാ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ
ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു? ഇവിടെ 3 മോൾ ആണേ. 3 മോൾ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ വിളിക്കുന്ന പേരെന്താ? അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ അൽനിക്കോയാണ്. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത്? അസെറ്റിലീൻ ആണ്. അസെറ്റിലീൻ. അടുത്ത ചോദ്യം, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? ആൽഫ ഫോൾഡ് ആണ്. ആൽഫ ഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, കൂടാതെ മലയ പുലയ ആട്ടം എന്നിവയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഈ 4 ശരിയാണ്. ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏത്? കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെടുത്തു. ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. ഇവിടെ കൃതികളും അതിന്റെ രചയിതാക്കളുമാണ്. എങ്ങനെ ചേരുംപടി ചേർക്കാം എന്ന് നോക്കാം. നിരീശ്വരൻ രചിച്ചത് ആരാണ്? നിരീശ്വരൻ രചിച്ചത് VJ ജെയിംസ് ആണ്. മീശ എന്ന നോവലിന്റെ രചയിതാവ് S ഹരീഷ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനകൾ NS മാധവന്റേതാണ്. സമ്പർക്ക ക്രാന്തി V ഷിനിലാൽ. ഓപ്ഷൻ A ആണ് ഉത്തരം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ ശരിയായ ജോഡി വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ്. താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ലിബർ ഓഫീസ് ഇംപ്രസ്. ഡാഷ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമമാണ്. ഏതാണ്? ഡയാസ്പോറ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ്ബോട്ട് ഡീപ് സീക്ക് ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? കറണ്ട് അഫയേഴ്സിൽ എടുത്തിട്ടുണ്ട്. അമരാവതിയിലാണ്. അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഇവിടെ തന്നിരിക്കുന്നതില് 1 മാത്രമാണ് ശരി. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? S8 ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 338 ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. എല്ലാം ശരിയാണ്. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം എത്രയാണ്? 18 വയസ്സിന് താഴെയാണ്. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283 റിപ്പോർട്ടാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിന്റെ S2D രക്ഷിതാവ് എന്നാൽ
1ഉം 2ഉം ശരിയാണ്. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും ഒക്കെ രക്ഷിതാക്കളാണ്. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ, 75 സെന്റിമീറ്റർ, 8 മീറ്റർ, 25 സെന്റിമീറ്റർ എന്നിവയാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിന്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക. 25 സെന്റിമീറ്റർ ബൈ 25 സെന്റിമീറ്റർ. 9808 into 625 is equal to value 61.3 into 10⁵ ആണ്. അടുത്ത ചോദ്യം, എ ബി എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? 6 മണിക്കൂർ 40 മിനിറ്റ്. x by y the whole raised to 12 into y raised to 24 into z raised to 3 the whole raised to 4. ഇതിന്റെ വാല്യൂ എത്രയാ? x y z the whole raised to 12. മൊത്തത്തില് ഇങ്ങനെ എഴുതാൻ പറ്റും. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടക്കേണ്ട തുക എത്രയാണ്? 5350 രൂപ. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? 44 ആണ്. WFB TGD QHG അടുത്ത ഏതാ വരുന്നത്? ഓപ്ഷൻ എ NIK ആണ് ഉത്തരം. 5, 16, 51, 158 അടുത്ത വാല്യൂ എന്താ? 481. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഒറ്റയാൻ. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി ഏത്? 20/1/2021. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ഉത്തരം laughing. If I have the money, I dash a new dress for you. I will buy. My mother dash in this house for 10 years. For വരുമ്പോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ചേർക്കേണ്ടത്. had been living. The poem tempts the readers to ponder dash the beauty of nature over. Give a one-word substitute for a person who loves book. Bibliophile ആണ്. Bibliophile. The correctly spelt word. Option C vacuum. What does the foreign phrase vis a vis mean? Vis a vis എന്നാൽ in relation to. Sheep flock അങ്ങനെയാണെങ്കിൽ ഫിഷിന്റെ കളക്റ്റീവ് നൗൺ എന്താ? സ്കൂൾ. സ്കൂൾ ഓഫ് ഫിഷ്. Change into reported speech. His father asked, do you think you know the lesson better than your teacher? ഇതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? His father asked whether he thought he knew the lesson better than his teacher. Expand RDX. RDX expand ചെയ്യുമ്പം റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നതാണ്. ഇത് മലയാളം. താഴെ പറയുന്നവരിൽ മകന്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം ഏത്? സ്നുഷ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ. ഒറ്റപ്പദം എന്താണ്? വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ജനകൻ ജാനകി. കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏത്? കൊന്നമരം എന്ന അർത്ഥം വരാത്തത് സൗപർണം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. അവസാനിപ്പിക്കുക. ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? പര അധികം ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം അന്തർമുഖൻ ബഹിർമുഖൻ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്ത്? ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി എന്താണ്? കപോലം തലയോട്ടി. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. അപ്പൊ ഇത്രയാണ് 100 ചോദ്യം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ PSC ഈ ക്വസ്റ്റ്യൻസിന്റെ നീളം കൂട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ഓരോ ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് വായിച്ചൊന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്ത് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ ഒറ്റ വാക്കില് അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ മനസ്സിലാവുന്നതിനേക്കാളും സെന്റൻസിന്റെ നീളം കൂട്ടിയിട്ടുണ്ട്, വാക്കുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും ഇനിയുള്ള പരീക്ഷകൾക്ക്. അതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കിക്കോണേ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തോളാം. ആവശ്യമുള്ള കോഴ്സുകളെല്ലാം എടുക്കുക. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പാക്കാം. പിന്നെ ഈ ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണേ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.